എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പൊറോട്ട പോളയാണ്. ഒരുപാട് പോളകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, അതുപോലെ ഒന്നാണ് പൊറോട്ട പോള. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ കൂടെയുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാം. നമ്മൾ ഇതിന് മുമ്പ് പൊറോട്ട ചട്ടിപ്പത്തിരിയും അതേപോലെ കൊത്തു പൊറോട്ടയൊക്കെ ചെയ്ത പോലെ തന്നെ ഇത് റെഡിയാക്കാനും നമുക്ക് 2 പൊറോട്ടയാണ് ആവശ്യമുള്ളത്. അപ്പോൾ 2 പൊറോട്ട നമുക്ക് ആദ്യം എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ക്യാപ്സിക്കം, പിന്നെ കുറച്ച് ക്യാബേജ്, അതുപോലെ കുറച്ച് കക്കരി, പിന്നെ കുറച്ച് ക്യാരറ്റ്, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ കുറച്ച് ചിക്കന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വേവിച്ചിട്ട് അതും എടുത്തിട്ടുണ്ട്. എൻ്റെ ഈ ക്യാബേജ്, വയലറ്റ് ക്യാബേജ് ഞാൻ വെറുതെ ഒന്ന് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് എടുത്തതാട്ടോ, അല്ലാതൊന്നുമല്ല. അപ്പോൾ നമുക്ക് ഇനി ഇതെല്ലാം കൂടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ക്യാരറ്റ് വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ടും നമുക്ക് എടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മളൊന്ന് ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ചിക്കൻ ഇടാം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് മയണൈസ് അല്ലെങ്കിൽ ഗാർലിക് പേസ്റ്റ്, ഞാനിപ്പോൾ ഇവിടെ ഗാർലിക് പേസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് മയണൈസ് വേണമെങ്കിൽ മയണൈസും യൂസ് ചെയ്യാം. ഇതൊന്ന് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഷവർമേൻ്റെയൊക്കെ ആ ഒരു കൂട്ട് റെഡിയാക്കില്ലേ, ഷവർമ സമൂസയൊക്കെ കാണിച്ചപ്പോൾ അതിൻ്റെയൊക്കെ ആ ഒരു കൂട്ട് റെഡിയാക്കിയില്ലേ, അതേപോലെ തന്നെ അതേ സെയിം കൂട്ടുമാണിത്. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഗാർലിക് പേസ്റ്റ് കൂടണ്ട, ആവശ്യത്തിന് ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കൊന്നും എത്തുന്ന രീതിയിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ ചിക്കൻ്റെ വേറെ എന്തെങ്കിലും മസാല, നമുക്ക് ഇഷ്ടമുള്ള മസാല യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ഇത് കുറച്ചുകൂടി സിമ്പിളായതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് 2 മുട്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ 2 മുട്ട ഒരു ബൗളിലേക്ക് എടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് അത് ഒന്ന് മിക്സ് ചെയ്യാം. ആ മുട്ട മിക്സ് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് പാലും കൂടി ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഒരു മുട്ടയും കൂടി എടുക്കേണ്ടി വരും. അപ്പോൾ അതിന് പകരം ഞാൻ കുറച്ച് പാല് ചേർത്ത് കൊടുക്കുക. പാല് കൂടി പോകണ്ട, അപ്പോൾ മുട്ടയുടെ കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്ക് വേണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും. അപ്പോൾ കുരുമുളക് പൊടി നമുക്ക് ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ, നമ്മുടെ സ്പൈസ് ലെവലിനനുസരിച്ച് ചേർക്കാം. എന്നിട്ട് നമ്മൾ ഇത് ഏതിലാണോ ഇത് റെഡിയാക്കാൻ പോകുന്നത് ആ ഒരു പാത്രം എടുക്കുക, പാന്. ഞാനിപ്പോൾ ഒരു ഫ്രൈ പാനാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ താഴെ കുറച്ച് നെയ്യ് കൊണ്ട് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. അതിൻ്റെ താഴെ ഭാഗം നല്ലപോലെ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കണം നെയ്യ് വെച്ചിട്ട്. അതിനുശേഷം നമ്മളിപ്പോൾ ഈ റെഡിയാക്കിയ ഈ ബാറ്ററിൽ നമ്മൾ ഒരു പൊറോട്ട മുക്കുക. അപ്പോൾ നല്ലപോലെ ഡിപ്പ് ചെയ്തെടുക്കണം പൊറോട്ട. 2 വശവും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് അതിൽ നല്ലപോലെ മുക്കിയെടുക്കുക. ഈ മുട്ടയുടെ ബാറ്ററിൽ ഒരു 2-3 പ്രാവശ്യം ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് മുക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് അത് അതുപോലെ തന്നെ ഈ ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഫ്രൈ പാനിലേക്ക് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ റെഡിയാക്കിയ ഈ ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് നമുക്ക് ഈ പൊറോട്ടയുടെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. എൻ്റേതിപ്പോൾ ഈ ഫ്രൈ പാൻ ഈ പൊറോട്ടയുടെ സൈസിന് കറക്റ്റാണ്. അപ്പോൾ ഇതുപോലുള്ളതായിരിക്കും നമുക്ക് നല്ലത്. പൊറോട്ടയുടെ സൈസിന് ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് ഈ ഐറ്റം ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ അടുത്ത 2ാമത്തെ പൊറോട്ട എടുക്കുക. അതും നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരു ബാറ്ററിൽ നല്ലപോലെ മുക്കിയിട്ട് എടുക്കാം. ഇത് പൊറോട്ടയുടെ എല്ലാ ഭാഗത്തും ഈ ബാറ്റർ ആവണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് 2-3 പ്രാവശ്യം തിരിച്ചു മറിച്ചു ഇടാമെന്ന് പറഞ്ഞത്. എന്നിട്ട് അത് ഈ ഫില്ലിങ്ങിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ സൈഡുകളെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഈ പൊറോട്ടയുടെ ഫില്ലിങ് സൈഡിലേക്ക് ഇടരുത് കേട്ടോ. അപ്പോൾ സൈഡൊന്ന് പ്രസ് ചെയ്തിട്ട് ബാക്കി വരുന്ന ഈ മുട്ടയുടെ ബാറ്റർ ഉണ്ടല്ലോ, അത് അതിൻ്റെ മുകളിലൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ബാറ്റർ എന്തായാലും ഒഴിക്കണം കേട്ടോ. ഇനി ബാക്കിയില്ലെങ്കിൽ ഒരു മുട്ടയും കൂടി എടുത്തിട്ട് ബാറ്റർ ഉണ്ടാക്കിയിട്ട് ഒഴിക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതൊരു സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ അടിച്ചിട്ട് വേണം കുക്ക് ചെയ്യാനും. ഫ്ലെയിം നല്ല ലോ ആക്കി വെക്കണം, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് നമുക്കൊരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ വിട്ട് വരുന്നുണ്ടാകും. ആ മുട്ടയുടെ പാർട്ട് ഇങ്ങനെ വിട്ട് വരുന്നുണ്ടാകും. അപ്പോൾ നമുക്ക് അത് വേറൊരു ഫ്രൈ പാനിലേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുക്കുമ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ബാക്ക് ഭാഗമൊക്കെ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്, ബാക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. ആ ഫ്രണ്ട് പോർഷനിൽ കുറച്ചൊരു നനവുണ്ടാകും മുട്ടയുടെ, അതൊന്ന് റെഡി ആകാൻ വേണ്ടിയിട്ടാണ് ഫ്രൈ പാനിലേക്ക് മറിച്ചിടുന്നത്. അത്രയേ ഉള്ളൂ. അതിലൊരു 1-2 മിനിറ്റ് വെച്ചാൽ മതി. ഇപ്പം നമ്മുടെ സിമ്പിൾ ആൻഡ് ഈസി പൊറോട്ട പോള റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. കുട്ടികൾക്കൊക്കെ നമുക്ക് റെഡിയാക്കിയിട്ട് പെട്ടെന്ന് കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അതേപോലെ ഗസ്റ്റൊക്കെ വീട്ടിൽ വരികയാണെങ്കിലും പൊറോട്ട ഉണ്ടെങ്കിൽ വേഗം റെഡിയാക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.